അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ വായന അമാനി മൗലവി ഭാഗം 2. അന്ത്യപ്രവാചകൻ മുഹമ്മദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചത് മുതൽ 63-ാം വയസ്സിൽ അവിടുത്തെ വിയോഗമുണ്ടായിരുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വേദഗ്രന്ഥമത്രേ വിശുദ്ധ ഖുർആൻ. മുസ്ഹഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് ലോകത്തിൻ്റെ ഏതു മൂലയിലും കാണാവുന്നതാണ്. ഏതൊരു മുസ്ലിമിൻ്റെ വീട്ടിലും അതിൻ്റെ ഒരു പ്രതിയെങ്കിലും കാണാതിരിക്കുക വിരളമാകുന്നു. ഇത്രയധികം പ്രതികൾ ലോകത്ത് വെളിപ്പെട്ടിട്ടുള്ള മറ്റൊരു മതഗ്രന്ഥവും ഇല്ലെന്ന് പറയാം. ചെറുതും വലുതുമായി 114 അധ്യായങ്ങളും സൂറത്തുകളും 6000-ൽ പരം വചനങ്ങളും ആയത്തുകളും 77,000-ൽ പരം പദങ്ങളും കലിമത്തുകളും 3,20,000-ലധികം അക്ഷരങ്ങളും അത് ഉൾക്കൊള്ളുന്നു. ഏകദേശം സമവലിപ്പത്തിലുള്ള 30 ഭാഗങ്ങളായി ജുസുകളായി അത് ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുകളുടെ ചെറുപ്പ വലിപ്പങ്ങൾക്കനുസരിച്ചും വിഷയങ്ങളെ ആസ്പദമാക്കിയും പല വിഭാഗങ്ങൾ റുക്കൂകൾ ആയി വീണ്ടും അവ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മാസം കൊണ്ട് ഖുർആൻ ഒരാവർത്തി ഒരു ഖതം പാരായണം ചെയ്തു തീർക്കുന്നവർക്കും നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും കുറേശ്ശെ ഓതി വരുന്നവർക്കും ഈ വിഭജനങ്ങൾ വളരെ പ്രയോജനകരമാകുന്നു. കൂടാതെ ജുസുകൾ പകുതി നിസ്ഫുകളായും കാലു റുബുകളായും മറ്റും ഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സാധാരണ മുസ്ഹഫുകളിൽ അടയാളപ്പെടുത്തി കാണാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ 8 ഭാഗത്തിൽ 1, 7 ഭാഗത്തിൽ 1, 4 ഭാഗത്തിൽ 1, 2 ഭാഗത്തിൽ 1 എന്നിങ്ങനെയും ഭാഗിച്ച് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ സൗകര്യാർത്ഥം മുൻകാലത്തുള്ള ചില മഹാന്മാർ ചെയ്തു വച്ച സേവനങ്ങളത്രേ ഇതെല്ലാം. പൂർവ്വ മുസ്ലിമുകൾ ഖുർആനെ സംബന്ധിച്ച് എത്രമാത്രം ഗൗനിച്ചു വന്നിരുന്നുവെന്നും ജനങ്ങൾ ആ ഗ്രന്ഥം എത്രത്തോളം ഉപയോഗപ്പെടുത്തി വന്നിരുന്നുവെന്നും ഇതിൽ നിന്നൊക്കെ ഗ്രഹിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.